ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെ പറയും അവൾ എങ്ങനെ നടന്നതാ, കോളനിയിൽ കിടന്നതാ, എന്നെ ഒരു നല്ലൊരു ഡ്രസ്സ് ഇതാണ് പറയുന്നത്. നിങ്ങളുടെ ബാധ്യതയൊക്കെ നാട്ടുകാരുടെ ഇതാണോ? നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന ലൈബിലിറ്റി എല്ലാം നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണോ അത് വീട്ടുക എന്നുള്ളത്? അങ്ങനെ ഒന്നും പറയരുത് ചുമ്മാ. It was removed following a copyright removal request by Vivek Babu. അപ്പൊ അവൻ നല്ലൊരു വ്യക്തിത്വം ഉണ്ട്. രേണുവിന് വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സാധനമില്ല. അവന് അഭിമാനമുണ്ട്. രേണുവിന് അഭിമാനം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. അവൻ ഇത് മറ്റാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് മോശമാണെന്നുള്ളൊരു ബോധമുണ്ട്. പക്ഷെ രേണുവിന് ഇത് ആര് കേട്ടാലും തനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് ഇതുണ്ട്. പിന്നെ അവൻ എന്താണ്, അവന് ഫ്യൂച്ചർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പഞ്ഞം തീരും പഴി തീരത്തില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലില്ലേ. ഹായ്, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ഒരു രേണു സുധി സബ്ജക്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വേറൊന്നുമില്ല, കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ കണ്ടിന്യൂസ് വേർഷൻ ആണ്. ഇതിന് പുറമെ അന്നേ ദിവസം രാത്രി തന്നെ എന്താണ് വിവിഹിയർ സ്ട്രൈക്ക് കൊടുത്തു, രേണുവിന് സ്ട്രൈക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊട്ടിത്തെറിച്ച ഒരു വീഡിയോ ഒക്കെ ആയിട്ട്, അതായത് പഴയ വീഡിയോയുടെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പഴയ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ രേണു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തിനാണ് ഇങ്ങനെ സ്ട്രൈക്ക് കൊടുക്കാൻ മാത്രം എന്താണ് കാരണം? അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ വിവിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ കുറച്ചധികം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ വിവിയും എല്ലാവരും തന്നെ വീഡിയോ ചെയ്തു, സ്ട്രൈക്ക് കേസ് ഈ വീഡിയോ ചെയ്തു. ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്ന, പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ചെയ്തു. അപ്പൊ പിന്നെ നമുക്കും കൂടെ ചെയ്തേക്കാം. കൂടെ രേണുവിന്റെ ചേച്ചിയുടെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നി. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം അതിന്റെ പിന്നിൽ വാസ്തവം എന്ത്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഫുൾ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ രേണു ഇതിനകത്തും കുറെ അധികം കള്ളങ്ങളും കാര്യങ്ങളൊക്കെ രേണു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫുള്ളും കാണുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. രേണുവിന്റെ വീട്ടുകാരെ കുറിച്ചും കുറച്ചൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട്. കുറെ അധികം പറഞ്ഞതാണ്, പക്ഷെ എന്നാലും പറഞ്ഞു പോവുകയാണ്. ഇനി അഥവാ അങ്ങനെ ആരും ഒന്നും പറഞ്ഞു കൊടുക്കാനില്ലെങ്കിൽ അതിന് ഇനി അവർ മനഃപൂർവ്വം കണ്ടന്റ് വിൽക്കുവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീട്ടുകാരടക്കം സാഹചര്യമാണോ ഐ ഡോണ്ട് നോ. കണ്ടന്റ് വിൽക്കുന്നു, കണ്ടന്റ് നിങ്ങൾ വിറ്റോളൂ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഇടയിലോട്ട് എന്തിനാണ് ഈ ചെറുക്കൻ കൊച്ചിനെ വലിച്ചിടുന്നത്? നിങ്ങൾക്കും ആകാമായിരുന്നല്ലോ, മാന്യമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആകാമായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മുടെ കിച്ചുവിന്റെ ഒരു ഇന്റർവ്യൂ മാഹി മച്ചാന്റെ കൂടെ ഇരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പോഡ്കാസ്റ്റ്, ഇന്റർവ്യൂ അല്ല പോഡ്കാസ്റ്റ്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അവനോട് ഭയങ്കരമായിട്ട് ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ടായിരുന്നു. അവൻ ഇങ്ങനെയാണ്, അവന്റെ ക്യാരക്ടർ പണ്ട് മുതൽ ആവശ്യമുള്ളത് മാത്രം അളന്ന് മുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവന്റേത്. അങ്ങനെ വലിച്ചു കീറിയിട്ട് കൊടുക്കുന്ന രീതിക്കൊന്നുമില്ല. ആവശ്യമുള്ളത് 2-3 കാര്യങ്ങൾ പറഞ്ഞാലും അത് ഭയങ്കര പവർഫുൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ അത് 21 വയസ്സേ ഉള്ളൂ. അതൊക്കെ രേണു കണ്ടു പഠിക്കണേ. രേണുവിന് ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ് കിച്ചുവിനുള്ളത്. ഒരിക്കലും കിച്ചു എന്താണ് സുധിയുടെ ലേബൽ എടുത്ത് വെച്ചിട്ട് അത് മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കിച്ചുവിന്റെ ലേബലിൽ തന്നെ ഉയർന്നു വരാനാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ അച്ഛന്റെ മകനാണെന്ന് പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ തന്നെ അവനും അച്ഛന്റെ മകനാണെന്ന് അഭിമാനത്തോടെ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം രേണു സുധി അങ്ങനെയല്ല. എവിടെല്ലാം ഈ കിച്ചു കൊല്ലം സുധിയെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അത് എങ്ങനെയെല്ലാം മാർക്കറ്റ് ചെയ്യാൻ തലമുടി നാരി മുതൽ നഖം വരെ മാർക്കറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അതിന് ഇനീഷ്യേറ്റീവ് എടുത്തു കൊടുത്തത് രശ്മി നക്ഷത്രയാണ്. അതിന് തർക്കമൊന്നുമില്ല. അവിടെ നിങ്ങോട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇന്ന് വരെ നിന്നിട്ടില്ല. അതെപ്പോ നിൽക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. അപ്പൊ വെൽക്കം ബാക്ക്. ആദ്യമായിട്ട് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ് ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാം ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് രേണു റിയാക്ട് ചെയ്തുകൊണ്ട് വന്ന ആ വീഡിയോയിലെ കുറച്ച് പോർഷൻസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. It was removed following a copyright removal request by Vivek Babu. അപ്പൊ നിനക്കെന്നെ പേടിയാണ് എടാ ഞാനൂര് പോലത്തവരെടാ, നാണകെട്ടവനെ, തൊണ്ടയില്ലാത്തവനെ, അങ്ങനെ തന്നെ നിന്നൊക്കെ പറയാം. നിനക്ക് ഉറപ്പുണ്ടോടാ? ആദ്യം ഉറപ്പുണ്ടോ നീ ചെക്ക് ചെയ്യും. പക്ഷെ ഞാൻ ഒരു പ്രത്യേക വീഡിയോ എടുക്കാനാണ് വന്നത്. ഞാൻ കുറച്ച് പറയണ്ടെന്നൊന്നും പറയണ്ടെന്ന് ഓർത്തിരിക്കാം. ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വന്നിരിക്കാം. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു എന്റെ വ്ളോഗ്, എന്റെ യൂട്യൂബിൽ. എന്നെ മിണ്ടാതിരുന്ന പട്ടിയുടെ വായിക്കാത്ത കോലിട്ട് കുത്തി പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ മര്യാദയ്ക്ക് മിണ്ടാതെ ഇവന്മാരുടെ എല്ലാം കേട്ടോണ്ട് ഇത്രയും എന്നെ വിട്ടിട്ട് ഒരു 200-300 വീഡിയോസ് എടുത്ത് ഇവന്മാരുടെയൊക്കെ എന്ത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പൊ നിനക്കൊക്കെ പേടി വന്നല്ലേ മറ്റേ മഞ്ഞത്തൊട്ടിക്കാരൻ. പിന്നെ ഞാൻ വെറുതെ വിടാന്ന് വെച്ചതായിരുന്നു. പക്ഷെ വേണ്ട, ശരിയായിട്ട് നീ എന്റെ യൂട്യൂബ് ചാനൽ നീ റിപ്പോർട്ട് അടിച്ച് ഒരു പെണ്ണ് അവള് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ക്യാൻസർ രോഗം വന്നിട്ട് നിന്നോടൊന്ന് തെണ്ടാ. നീയൊക്കെ എന്നെ വിട്ടിട്ട് പല നമുക്കുണ്ടായ കാര്യം കാണിച്ച നാറികളാണ് നീയൊക്കെ. മനസ്സിലായല്ലോ? നീക്ക് എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ നിനക്കെതിരെ ഇട്ടപ്പോ തന്നെ നീ അത് റിമൂവ് ചെയ്ത്. ഇന്ന് വരെ നിന്റെ വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ മര്യാദയ്ക്ക് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ നീ അത് റിമൂവ് ചെയ്തേക്കുന്നു. അപ്പൊ നിനക്ക് പേടി തോന്നിയല്ലേ? ഞാൻ പെണ്ണാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. മോനെ വിവേക് ബാബു, പൊന്നു മോനെ മഞ്ഞത്തൊപ്പിക്കാരാ, വെയിറ്റ് ആൻഡ് സീ. ഇത് ഉണ്ടാക്കിയവരെ നിനക്കറിയാലോ, നോക്കടാ. അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭവാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച 2 ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതില്.
അപ്പൊ ഇത് ഉണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട, എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാൽ മതി. എടാ നാണ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ കുറച്ച് അടിക്കേണ്ടത്. ഇത് ഉണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. സംഭവം എന്താണ്, സ്ട്രൈക്ക് അടിച്ചതാണ് സംഭവം. അപ്പം ഞാൻ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു. ഈ വയ്യാഴികയുള്ള എന്നേലും നിങ്ങൾ ചൊറിഞ്ഞു എന്ന് പറഞ്ഞാണ് തുടങ്ങിയേക്കുന്നത്. ആര് ചൊറിഞ്ഞു, എപ്പ ചൊറിഞ്ഞു, എങ്ങനെ ചൊറിഞ്ഞു? എടോ നമ്മളെല്ലാരും വിട്ട് കളഞ്ഞ കേസാണ്. എന്നിട്ട് രേണുവിനെ തൊടുന്നുമില്ല. പ്രത്യേകിച്ച് ബിബിയുടെ കേസ് പറയുകയാണെങ്കിൽ ബിബി തന്നെയാണ്. ഞാൻ നോക്കിയത് ബിബിക്ക് എന്താണ് സ്ട്രൈക്ക് അടിക്കാൻ കാരണം ബിബി ഒന്നും പറഞ്ഞില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ കടന്ന് രേണുവിനെ പറഞ്ഞിട്ടുള്ളത് ഈ രോഗാവസ്ഥയിലും. ബിബി അന്നും എന്താണ് ഈ മെഡിക്കൽ ഇഷ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ രേണു കാണിക്കാൻ തോന്നിയ മാസം നമ്മൾ ഓരോന്നായിട്ട് ചെറുതായിട്ടെങ്കിലും, പഴയതുപോലെയല്ല ചെറുതായിട്ടാണെങ്കിലും നമ്മളത് പറയേണ്ട രീതിക്ക് മൈന്യൂട്ടായിട്ട് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ബിബി അന്ന് തൊട്ട് ഇന്ന് വരെ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ബോംബുമായിട്ട് വന്നിട്ട് രേണു ഇങ്ങനെ പ്രതികരിച്ചു. അത് ബിബിയുടെ ഇത് എന്താണ്, അതുലിന്റെ ഒരു തംലൈൻ എടുത്തു വെച്ചിട്ട് ആങ്കർ ചോദിച്ച ചോദ്യമാണ്. അതൊന്നും ആവശ്യമില്ലാത്ത ചോദ്യമാണ്. തംലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ബൈറ്റിന് ഇടുന്നതാണ്, ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇവള് തന്നെ സമർത്ഥിക്കുവാണ്, ഇത് തന്നെയാണ് ഞാൻ. അങ്ങനെ നമ്മൾ എത്രയോ തമ്പിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇവർ കണ്ടന്റ് വിറ്റതാണ്, അതുലിനെ വെച്ചിട്ട് കണ്ടന്റ് വിറ്റതാണ്. കാരണം റീച്ച് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല. അപ്പം അങ്ങനെ ഡൗൺ ആയിട്ട് വരുന്നു. അപ്പൊ ബിഗ് ബോസും കൂടെ തുടങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെ ഡൗൺ ആയി വരുമ്പോഴത്തേക്ക് രേണുസുതിക്ക് ഒരു അടി തന്നെയാണ്. കാരണം ഇത് അവരുടെ ഒരു വരുമാന മാർഗമാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആരും രേണുവിന്റെ പേര് പോലും പറയുന്നില്ല. ശരിക്കും നമ്മളെല്ലാരും എന്നാണ് മറന്നു തുടങ്ങിയായിരുന്നു. ഞാനൊന്നും ഇവരുടെ സ്റ്റോറി പോലും കാണുന്നില്ലായിരുന്നു. നമ്മളതൊക്കെ വിട്ട് കളഞ്ഞ കേസായിരുന്നു. അപ്പൊ അങ്ങനെ മറന്നാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് ഇവര് കണ്ടന്റ് വിറ്റതാണ്. അങ്ങനെ വിൽക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും എടുത്തിട്ട് അടിക്കണമല്ലോ. അപ്പൊ ആരെങ്കിലും റീച്ച് ഉള്ളവരെയൊക്കെ ഇവര് എണ്ണെടുത്തു, അതുലിനെ പിടിച്ചിട്ടു, അതിനകത്തോട്ട് ഷെബീന ബീബി ഇങ്ങനെയുള്ളവരെ എല്ലാം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ നൈസായിട്ടൊന്ന് തൊട്ട് തലോടിപ്പോയി. അങ്ങനെ എടുത്തു വെച്ചിട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്റെ മേക്കിട്ട് കയറുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് അടിക്കുന്നത്? പിന്നെ ഈ തന്തയ്ക്ക് വിളി, അതൊന്നും അത്ര ശരിയായ കാര്യമില്ല. ഇന്ന വരെ ബിവിയോ മറ്റാരെങ്കിലും ഇങ്ങനെ ബിവിയൊന്നും തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും വിളിച്ചിട്ട് രേണുവിനെ പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. വളരെ മാന്യമായിട്ടാണ് ബിവി ഇതുവരെ എന്താണ് വീഡിയോസ് ചെയ്യേക്കുന്നത്. പിന്നെ സ്ട്രൈക്കിന്റെ കാര്യം പറയുമ്പോൾ ബിവിക്ക് ഒരു 3-4 സ്ട്രൈക്ക് രേണുസുതിയുടെ ചാനൽസ്, യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ചാനൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 6 സ്ട്രൈക്ക് എങ്ങാണ്ടോ മറ്റോ കൊടുത്തു. അങ്ങനെയാണ് ഇതിന് ബിബിയെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് ഇതിനകത്ത് ഇട്ടപ്പാണ്. എന്തുകൊണ്ട് പഴയ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്താണ് ജാസ്മിൻ ജാഫറിന്റെ, നമുക്കറിയത്തില്ല, നമ്മൾ ആ സമയത്ത് ഈ ഫീൽഡിൽ ഇല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഇട്ടത് കാരണമാണ് തോന്നുന്നു അവനത് തിരിച്ച് സ്ട്രൈക്ക് കൊടുത്തത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പറയാനുള്ളത് രണ്ടുപേരുടെയും വരുമാന മാർഗമാണ്. രണ്ടുപേർക്കും അത്യാവശ്യം മാന്യമായിട്ട് ഇതിനകത്തുനിന്ന് വരുമാനമൊക്കെ കിട്ടുന്നതാണ്. കോണ്ടന്റ് ക്രിയേറ്റർ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന രണ്ടുപേർക്ക് നാക്കുണ്ടല്ലോ, നാക്കിട്ട് അടിച്ചു നിൽക്കുക. അതുപോലെ ഈ ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സംഭവം ഞാൻ അത്ര യോജിക്കുന്നില്ല. കാരണം ഒരാൾക്ക് ഇപ്പൊ എത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണെങ്കിലും, ഒരു സബ്സ്ക്രൈബർ ഉള്ള ആളാണെങ്കിലും ആ ഒരു സബ്സ്ക്രൈബ് വരാൻ വേണ്ടിയിട്ട് അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമുക്കത് കിട്ടുന്നത്. അപ്പൊ അത് രേണുവിനും അറിയാം, ബിബിക്കും അറിയാം, കോണ്ടന്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അത്രയും അറിയത്തില്ലായിരിക്കും. യൂട്യൂബിൽ ഒരു വരണമെങ്കിൽ, ഒരു സബ്സ്ക്രൈബർ ആകണമെങ്കിൽ അത്രയും പാടാണ്, അത്ര എഫേർട്ട് ഇടണം. അതിന്റെ അവരെ കൊണ്ട് ഒന്ന് ചെയ്യിപ്പിക്കണം. ഒരു വീഡിയോ ഓടണമെങ്കിൽ തംലൈന് ക്ലിക്ക് ബൈ ത്രൂയിലൂടെ മാത്രമേ ആ വീഡിയോ പിന്നീട് ഓടുകയുള്ളൂ. അതിന്റെ താക്കോൽ എന്ന് പറയുന്നത് തന്നെ തമ്പാണ്. അല്ലെങ്കിൽ ആ വീഡിയോ എത്ര നന്നായിട്ട് വീഡിയോ പെർഫോം ചെയ്താലും തം ക്ലിക്ക് ഇല്ലെങ്കിൽ ആ വീഡിയോ പിന്നീട് ഒരാൾ പോലും കാണത്തില്ല. അതാണ് അതിന്റെ വാസ്തവം. അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ. ചുമ്മാ രേണുസുതി തന്നെയാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. പിന്നെ എന്താണ്, രേണുസുതിയുടെ ചേച്ചി ഇവരിതെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചിയെ വെച്ചിട്ട് കുറച്ച് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിനകത്തും കുറച്ച് പറയാനുണ്ട്. 1-2 ഇന്റർവ്യൂ ഒന്ന് ചേച്ചിയായിട്ടുള്ളത് കണ്ടു നോക്കൂ കേട്ടോ. അവര് നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെ പറയും അവൾ എങ്ങനെ നടന്നതാ, കോളനിയിൽ കിടന്നതാ, എന്നെ ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട്. ഇവരുടെ മനസ്സിലെ ആ ദുഷിച്ച ചിന്തകളാണ്. നമുക്ക് എത്ര ഉണ്ടേലും ഇല്ലേലും കുഞ്ഞുങ്ങൾ ഒരു മാന്യമായിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് ഒരു വൃത്തിക്ക് അവർ നടക്കുവാണെങ്കിൽ അതൊരു അന്തസ്സാ അല്ലെ? അങ്ങനല്ല പറയുന്നത്. അവർ ആ കോളനി കിടന്നത്, അതുകൊണ്ട് എന്നും അവൾ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. അതാണ് ഒന്നാമത്തെ ഇവരുടെ എല്ലാം പ്രശ്നം. ഇപ്പം ചേച്ചി ഇങ്ങോട്ട് വരുന്നതിലാണെന്നുണ്ടെങ്കിലും ആളുകൾക്ക് എതിർപ്പായിരുന്നു. അതായത് ആളുകൾ നോക്കിക്കാണുന്നത് സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു പൊതുസ്വത്താണ്. സുധിച്ചേട്ടന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടി അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്നാണ് സോഷ്യൽ മീഡിയ വിചാരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ടല്ലേ? ഇതിന് മുന്നേ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ആ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ വന്നായിരുന്നു സുധിച്ചേട്ടൻ. അന്നീ പറഞ്ഞവരാരും ഇല്ലായിരുന്നല്ലോ. 1 രൂപ കൊണ്ട് തന്നു. ഞങ്ങൾ എന്റെ വീട്ടുകാരും ഞാനും മാത്രമേ ഉള്ളായിരുന്നു സുധിച്ചേട്ടൻ, മക്കളും. വേറെ ആരും 1 രൂപ തന്ന് സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു. സഹായിച്ചവരെല്ലാം കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളായിരുന്നു. അന്നൊന്നും സുധിച്ചേട്ടൻ പൊതുസ്വത്തല്ലായിരുന്നല്ലോ ആർക്കും. അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോഴല്ലേ സുധിച്ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്.
ആരാണ് ഇവരെ കോളനി എന്നൊക്കെ വിളിച്ചിങ്ങനെ കളിയാക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഒരു വ്ളോഗേഴ്സും അങ്ങനെയൊന്നും ഇവരെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലൊന്നും കണ്ടിട്ടില്ല. കോളനിക്കാർക്ക് എന്താടാ കുഴപ്പം? കോളനിക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവര് മനുഷ്യരല്ലേ. അവര് മനുഷ്യരല്ലേ. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. പിന്നെ കമന്റ് ബോക്സ്, കമന്റോളികളെ പോലെ ഇത്രയും തരം താന്നവര് വേറെയില്ല. അവന്മാർക്ക് വേറെ ഒരു ഇതുമില്ല. ഒരു പണിയില്ലാതെ കുത്തിയിരിക്കുന്നവന്മാർക്ക് കമന്റ് അതുമാത്രം കമന്റ് ആണ് എഴുതിയിരുന്നത്. പക്ഷെ കമന്റ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അത് വിശ്വസിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനസികാവസ്ഥ എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഒരു ബ്ലോഗേഴ്സും ഇവരെ ഈ കോളനികളൊന്നും വിളിച്ച് തരം താഴ്ത്തുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ വളരെ മോശം. കോളനി കടന്ന് എന്താണ് രേണുസുതി ഇത്രയും ഒന്ന് ഉയർന്നു നിൽക്കുന്നെങ്കിൽ അതവരുടെ നേട്ടമാണ്. നിങ്ങൾ അത് ഇത് ചെയ്യ്. എത്രയോ ആൾക്കാർ ഇതുപോലെ നമ്മളവിടെ എന്താണ് മുൻനിര നിൽക്കുന്ന ആൾക്കാർ ഇതുപോലെ ഒരു അന്നം പോലും ഇല്ലാണ്ട് മറ്റുള്ളവരുടെ കൈ നീട്ടി ജീവിച്ചു വന്നിട്ട് എത്രയോ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്രയോ നമുക്ക് അച്ചീവ്മെന്റ്സ് വാങ്ങിച്ചിരുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയുമോ? അപ്പം അതൊന്നും വെച്ചിട്ട് ഒന്നും സെന്റിമെന്റ്സ് ഇറക്കരുത്. പിന്നെ കമന്റോളികൾ അങ്ങനെ അവന്മാർ പലതും ഇടും. അതൊന്നും വെച്ചിട്ട് പറയാൻ നിന്നിട്ട് നമുക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത് എന്താണ് പറയാനുള്ളത്? സുധിച്ചേട്ടൻ പൊതുസ്വത്താണ്. സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് ആരും സഹായിച്ചില്ലെന്ന്. എന്തിനു സഹായിക്കണം? ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുക, അപ്പം എനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളാണോ എന്നെ സഹായിക്കണം? അല്ല, അത് കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. നാട്ടുകാരുടെ ഉത്തരവാദിത്വമൊന്നുമില്ല. ഇപ്പൊ ലാലേട്ടന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ലാലേട്ടൻ ഇതാക്കേണ്ട പ്രശ്നമാണ്. ലാലേട്ടൻ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. അതായത് അയാളുടെ എന്റർടൈനിങ് നമുക്ക് വിൽക്കുന്നുണ്ട്, അപ്പൊ അത് പൊതുസ്വത്താണ്. അയാളുടെ എന്റർടൈനിങ് അത് മാത്രമാണ് പൊതുസ്വത്ത്. ബാക്കി അയാളുടെ പേഴ്സണൽ ലൈഫ് നമ്മുടെ ഒന്നും അല്ല. അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ എന്റർടൈനിങ് നമുക്ക് അവരുടെ എന്റർടൈനിങ് നമുക്ക് വിൽക്കുവാണ്, നമുക്ക് സെല്ല് ചെയ്യുകയാണ്. അത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ആ എന്റർടൈനിങ് ആണ് നമുക്ക് പൊതുസ്വത്തായിട്ട് എടുക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് എന്തുവാണ്? എന്തൊക്കെ വിഡ്ഢിത്തരമാണ് പറയുന്നത്? നിങ്ങളുടെ ബാധ്യതയൊക്കെ നാട്ടുകാരുടെ ഇതാണോ? നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ലൈബിലിറ്റി എല്ലാം നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണോ അത് വീട്ടുക എന്നുള്ളത്? അങ്ങനെയൊന്നും പറയരുത്. ചുമ്മാ ഈ വീഡിയോ ലെന്തി ആവുകയാണല്ലോ. ഒരു കാര്യം രേണുവിനെ കുറിച്ച് മുഴുവിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ് കിച്ചുവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ എന്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഇന്റർവ്യൂ പോട്ടെ, പോഡ്കാസ്റ്റ് മാഹി മച്ചാനുമായിട്ടുള്ളത് അതൊക്കെ രേണു ഒന്ന് എടുത്ത് കാണണം കേട്ടോ. ആ കൊച്ചിന്റെ ഒരു 21 വയസ്സുള്ള കൊച്ചിന്റെ മെച്യൂരിറ്റി. അപ്പൊ ഈ 33-34 വയസ്സുള്ള ഈ രേണുവിന് അത്രയും പോലും 35 അത്ര ആയിടണോ വയസ്സുള്ള രേണുവിന് അത്രയും പോലും ഒരു മെച്യൂരിറ്റി ഇല്ല. ആ കൊച്ചിനെയൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം. അത് കേൾക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചിപ്പോക്കാം കേട്ടോ. ഈ കണ്ണ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പല തിരിച്ചറിവുകളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാര് അവരുടെ റിയൽ ഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് കപ്പിളായിരിക്കും. അപ്പോൾ അതിനുശേഷം കിച്ചുവിന്റെ ലൈഫിൽ കിച്ചു പഠിച്ചൊരു പാഠം എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പാഠം പഠിച്ചതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്കൊരു ഒന്നും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു കൂട്ടാനെങ്കിലും എൻ്റെ കൂടെ വേണം. അതാണ് എനിക്കിപ്പോൾ മാറ്റിയെടുക്കേണ്ട ഒരു സംഭവം. ഒരു കാര്യം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇത്ര വയസ്സായിട്ടും ഇന്റർവ്യൂവിൽ എവിടെയും ഒരിടത്തും കിച്ചു വന്നിട്ട് എന്താണ് രേണുസുതി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് വേണമെങ്കിൽ അവന് പറയാം. അതേ സെയിം സമയത്ത് തന്നെയാണ് രേണുവിന്റെ ഈ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. രണ്ടുപേരുടെ ഒരുപോലെയാണ് ഇറങ്ങുന്നത്. അവൻ എവിടെയും വന്നിട്ട് അമ്മ എന്ന ഒരിടത്ത് എങ്ങാണ്ട് ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി നിന്നായിരുന്നു പഠിച്ചിരുന്നു 9 തൊട്ട് +2 വരെ എന്ന് അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് വളരെ റെസ്പെക്റ്റോടെയാണ് അമ്മ എന്ന് പറയുന്നത്. ആ സമയം ഇവിടെ എന്ന് പറഞ്ഞാല് കണ്ടന്റിന് വേണ്ടി രേണു എന്താണ് കിച്ചുവിനെ വിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നല്ല, അതങ്ങനെ തന്നെയാണ്, വിൽക്കുവാണ്. അവനെ ചുമ്മായിട്ട് അവനിപ്പോ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് നടന്ന് ഒറ്റയാണെന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഒറ്റയാണ്. ശരിക്കും അവന്റെ അവസ്ഥയാണ്. ഒറ്റയാണെന്ന് പറഞ്ഞ എന്താണ്? ഒറ്റയ്ക്ക് നടന്നവൻ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ. ഒറ്റയാൻ ഒരുപാട് മീനിങ്സ് ഉണ്ട്. പിന്നെ എന്താണ് അവൻ നേടാൻ കഴിവുണ്ട്. ഇതുപോലെ ഒരു കഴിവ് രേണുവിനും വേണമെങ്കിൽ എടുക്കാമായിരുന്നു. രേണു അതിനെന്താണ് രേണുവിന്റെ ഫാമിലി നടക്കുന്ന കാര്യങ്ങളും ഇതും കിച്ചുവിനെ ആണെങ്കിലും കൊല്ലം സുധി ആണെങ്കിലും വിറ്റ് ജീവിച്ചു. പക്ഷെ അവൻ ആ ഒരു ലൈൻ പിടിക്കാണ്ട് അവൻ അവന്റെയായ കഴിവ് വെച്ചിട്ട് അവന്റെ രീതിയിൽ അവന് അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വന്നപ്പം അവൻ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അവന്റെ രീതിക്ക് പോയി. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പൊ അവൻ നല്ലൊരു വ്യക്തിത്വം ഉണ്ട്. രേണുവിന് വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സാധനമില്ല. അവന് അഭിമാനമുണ്ട്. രേണുവിന് അഭിമാനം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. അവൻ ഇത് മറ്റാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് മോശമാണെന്നുള്ളൊരു ബോധമുണ്ട്. പക്ഷെ രേണുവിന് ഇത് ആര് കേട്ടാലും തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ഇതുണ്ട്. പിന്നെ അവൻ എന്താണ് അവന് ഫ്യൂച്ചർ ഉള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പഞ്ഞം തീരും പഴി തീരത്തില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലില്ലേ, അത് അവന് നല്ല ബോധമുണ്ട്. പക്ഷെ രേണുവിന് അതില്ല. ഇതൊക്കെയാണ് സംഭവങ്ങളുടെ കടപ്പുവശം എന്ന് പറഞ്ഞാൽ. അപ്പൊ വീഡിയോ പെട്ടെന്ന് ലെന്തി ആവുന്നുണ്ട്, ഒരു കാര്യം പറഞ്ഞ് മുഴിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ശരി ഗൈസ്, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിന്റെ കണ്ടിന്യൂസ് വേർഷൻ കുറെ അധികം ഉണ്ട്. ജൂഹി ചയവാൻ പറഞ്ഞതും പിന്നെ അതും ഇതും എല്ലാം അവിടെ നിന്ന് കുറെ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പം ഒരു ഇത് കാണുമായിരിക്കും. അപ്പം എന്താണെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള വക ഞാൻ ഒപ്പിച്ചുകൊണ്ട് വരുന്നതാണ്. ഇത് തന്നെയല്ല, ഞാൻ കുറെ അധികം വേറെ കോണ്ടന്റ് ചെയ്യുന്നുണ്ട്. ദൈവത്തെ നിങ്ങൾ അതും കൂടെ കയറി കാണുക. അപ്പം ശരി, സന്ധിക്കും വരെ വണക്കം.